ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കും ഇത് തന്നെയാണ്. ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇതുകൂടാതെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കും ഇത് തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ് ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനവും ഒക്ടോബർ 1 തന്നെയാണ്. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനവും ഒക്ടോബർ 1. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളത് കൊല്ലം ജില്ലയിലാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല കൊല്ലം ജില്ല. സ്കൂൾ ഒളിമ്പിക്സ് 2025 വേദി തിരുവനന്തപുരം. സ്കൂൾ ഒളിമ്പിക്സ് 2025 വേദി തിരുവനന്തപുരം. നാലപ്പാടൻ പുരസ്കാരം, ഈ വർഷത്തെ നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. നാലപ്പാടൻ സ്മാരക സമിതി നൽകുന്ന 22ാമത് പുരസ്കാരമാണ്. ഓക്കെ, നാലപ്പാടൻ സ്മാരക സമിതി നൽകുന്ന 22ാമത് നാലപ്പാടൻ പുരസ്കാരമാണ് K സച്ചിദാനന്ദന് ലഭിച്ചിട്ടുള്ളത്. ബൗലോയി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണ്? വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ് കേട്ടോ. ബൗലോയി ചുഴലിക്കാറ്റ് വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ്. ബൗലോയി ചുഴലിക്കാറ്റ് വിയറ്റ്നാം, തായ്ലൻഡ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത്? അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ ക്യാറ്റ്സ് ആണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ ക്യാറ്റ്സ് ആണ്. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈനയാണ്. K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത് ചൈനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായിട്ടുള്ള ആപ്ലിക്കേഷനാണ് സഹമിത്ര ആപ്ലിക്കേഷൻ. പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട്. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ പൂർണ്ണരൂപം പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനവും ഒക്ടോബർ 1. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളത് കൊല്ലം ജില്ലയിലാണ്. സ്കൂൾ ഒളിമ്പിക്സിന്റെ 2025 വേദി തിരുവനന്തപുരമാണ്. 22ാമത് നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത്
കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. അടുത്തത് ചുഴലിക്കാറ്റാണ്. ബൗലോയി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? ബൗലോയി ചുഴലിക്കാറ്റ് വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ്. ബൗലോയി ചുഴലിക്കാറ്റ് വിയറ്റ്നാം, തായ്ലൻഡ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ ക്യാറ്റ്സ് ആണ്. ഡാനിയൽ ക്യാറ്റ്സ്. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈനയാണ്. ചൈന. കെ വിസ ചൈനയാണ് ആരംഭിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല. 2025 UNEPയുടെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. അടുത്ത സെറ്റ് ചോദ്യം. സോയിലിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തുകയും വിജയിക്കുകയും ചെയ്ത സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. സോയിലിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം, അതായത് GPS സംവിധാനം നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹാധിഷ്ഠിത GPS സംവിധാനം നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ പേരാണ് വ്യോമിക് എന്നത്. വ്യോമിക്. ചെന്നൈയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് വ്യോമിക് കേട്ടോ. ചെന്നൈയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് വ്യോമിക്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് വ്യോമിക്. നിർമ്മിച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. പഠനത്തോടൊപ്പം കുട്ടികളിൽ ജീവിത ലക്ഷ്യം കൂടി രൂപപ്പെടുത്തുക എന്ന ആശയവുമായി കോളേജുകളിൽ സഹായ സംഘങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ പദ്ധതിയാണ്. പഠനത്തോടൊപ്പം കുട്ടികളിൽ ജീവിത ലക്ഷ്യം കൂടി രൂപപ്പെടുത്തുക എന്ന ആശയവുമായിട്ട് കോളേജുകളിൽ സഹായ സംഘങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ പദ്ധതിയുടെ ഒരു ആശയമാണ് ഇത്. പഠനത്തോടൊപ്പം കുട്ടികളിൽ ജീവിത ലക്ഷ്യം കൂടി രൂപപ്പെടുത്തുക. ഇതിനു വേണ്ടിയിട്ട് കോളേജുകളിൽ സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. വിനോദസഞ്ചാര മേഖലകൾ വൃത്തിയുള്ളതായി ഉറപ്പുവരുത്താൻ വേണ്ടി ടൂറിസം വകുപ്പ് 14 ജില്ലകളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തി ഉറപ്പാക്കുന്നതിനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച് 14 ജില്ലകളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. സോയിലിഫിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഥാർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തുകയും വിജയിക്കുകയും ചെയ്ത സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹാധിഷ്ഠിത GPS സംവിധാനം ഗതി നിർണയ സംവിധാനം നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് വ്യോമിക് എന്ന സ്റ്റാർട്ടപ്പാണ്. ചെന്നൈയിൽ നിന്നുള്ള വ്യോമിക് എന്ന സ്റ്റാർട്ടപ്പാണ്. പഠനത്തോടൊപ്പം കുട്ടികളിൽ ജീവിത ലക്ഷ്യം കൂടി രൂപപ്പെടുത്തുക എന്ന ആശയവുമായി കോളേജുകളിൽ സഹായ സംഘങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തി ഉറപ്പാക്കുന്നതിനായി ടൂറിസം വകുപ്പ് 14 ജില്ലകളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. അടുത്തത് പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയ 18-കാരിയാണ് ശീതൾ ദേവി. പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയ 18-കാരിയാണ് ശീതൾ ദേവി. വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാനാണ് ജയേഷ് ജോർജ്. വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാൻ ജയേഷ് ജോർജ്.
ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവിന് അംഗീകാരം ലഭിച്ചത് ദുഗോങ് ആണ് കേട്ടോ. കടൽ പശു എന്നാൽ ദുഗോങ് ആണ്. കടൽ പശു സംരക്ഷണ റിസർവിന് അംഗീകാരം ലഭിച്ചത് തമിഴ്നാടിനാണ്. തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവിന് അംഗീകാരം ലഭിച്ചത് തമിഴ്നാടിനാണ്. സ്വച്ഛ് ഭാരത് ദിവസ് ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് ദിവസ് ഒക്ടോബർ 2. അടുത്തിടെയായി MF ഹുസൈൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നവംബറിലാണ് ഉദ്ഘാടനം വരുന്നത്, ഖത്തറിലാണ് കേട്ടോ. MF ഹുസൈൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഖത്തറിലാണ്. MF ഹുസൈൻ മ്യൂസിയം ഖത്തർ. 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 128. 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 128. ഇന്ത്യ 128ാമതാണ്. ഫസ്റ്റ് വരുന്നത്, 1ാം സ്ഥാനത്ത് വരുന്നത് സിംഗപ്പൂരാണ് കേട്ടോ. 1ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 128. അപ്പം എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയ 18കാരി ശീതൾ ദേവി. വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ പുതിയ ചെയർമാൻ ജയേഷ് ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു ദുഗോങ് സംരക്ഷണ റിസർവിന് അംഗീകാരം ലഭിച്ചത് തമിഴ്നാട്. സ്വച്ഛ് ഭാരത് ദിവസ് ഒക്ടോബർ 2. MF ഹുസൈൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഖത്തറിലാണ്. 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 128ാമതാണ്. 128. 1ാം റാങ്ക് സിംഗപ്പൂരിനാണ്. വേൾഡ് സ്മൈൽ ഡേ എന്നാണ്. ഒക്ടോബർ 3 വേൾഡ് സ്മൈൽ ഡേ എന്നതാണ്. ഈ വർഷത്തെ പ്രമേയം ഹെൽപ്പ് 1% സ്മൈൽ എന്നതാണ്. 2025 പ്രമേയം. 2025 പ്രമേയം ഹെൽപ്പ് 1% സ്മൈൽ. ഒക്ടോബർ 3 വേൾഡ് സ്മൈൽ ഡേ ആണ്. മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത്, ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ. ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹ രഹിത ജില്ല ബലോഡ് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹ രഹിത ജില്ല ബലോഡ് ജില്ലയാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ് കേട്ടോ ബലോഡ് ജില്ല. ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹ രഹിത ജില്ല ബലോഡ്, ഛത്തീസ്ഗഡ് ആണ്. 2025 ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യയുടെ മീരാഭായ് ചാനുവാണ്. 2025 ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് മീരാഭായ് ചാനുവാണ്. UK ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ്. UK ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പാണ് സാറാ മുലാലിയാണ്. UK ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് സാറാ മുലാലി. ഇന്ത്യയിലെ ആദ്യത്തെ FIP സിൽവർ പാഡൽ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ FIP സിൽവർ പാഡൽ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദ്. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. ഒക്ടോബർ 3 വേൾഡ് സ്മൈൽ ഡേ. 2025 പ്രമേയം ഹെൽപ്പ് 1% സ്മൈൽ എന്നതാണ്.
മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ. ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബാലോഡ് ജില്ലയാണ്. 2025 ഭാരോദ്വഹന ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യയുടെ മീരാഭായ് ചാനു. UK ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ആദ്യ വനിതാ ആർച്ച് ബിഷപ്പ് സാറാ മുലാലി. ഇന്ത്യയിലെ ആദ്യത്തെ FIP സിൽവർ പാഡൽ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദ്. അടുത്തത്, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കിയത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് കേട്ടോ. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ചന്നുലാൽ മിശ്ര ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചന്നുലാൽ മിശ്ര സംഗീത മേഖലയിലാണ് പ്രശസ്തനായിരുന്നത്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനാണ് ചന്നുലാൽ മിശ്ര. ദുർഗാപൂജ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ആഘോഷമാണ് അല്ലെങ്കിൽ ഉത്സവമാണ്? വെസ്റ്റ് ബംഗാളിൻ്റെയാണ്. ദുർഗാപൂജ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും വെസ്റ്റ് ബംഗാളാണ്. ദുർഗാപൂജ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ഉത്സവമാണ്? വെസ്റ്റ് ബംഗാൾ. മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി പഠിക്കാൻ ആദ്യമായി എത്തിയ പെൺകുട്ടിയാണ് സാബ്രി. മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി പഠിക്കാൻ എത്തിയ ആദ്യ പെൺകുട്ടിയാണ് സാബ്രി. ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം ബഹിരാകാശ ജീവിതം എന്നതാണ് കേട്ടോ. ഈ വർഷത്തെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം ബഹിരാകാശ ജീവിതം എന്നതാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെ ആയിരുന്നു ബഹിരാകാശ വാരം. ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം ബഹിരാകാശ ജീവിതം എന്നതാണ്. അപ്പൊ ഇതൊന്ന് നോക്കുകയാണെങ്കിൽ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കിയത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ചന്നുലാൽ മിശ്ര ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സംഗീതമാണ്. ദുർഗാപൂജ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവമാണ്? വെസ്റ്റ് ബംഗാൾ. മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി പഠിക്കാൻ എത്തിയ ആദ്യ പെൺകുട്ടിയാണ് സാബ്രി. ലോക ബഹിരാകാശ വാരത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ബഹിരാകാശ ജീവിതം എന്നതാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരം. അടുത്തത്, 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി 2025 വേദി ദുബായ് ആണ്. 11ാമതാണ് 2025 നടക്കുന്നത്. 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി 2025 വേദി ദുബായ് ആണ്. 2025 ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി 11ാമതാണ്. എത്രാമതാണ് എന്ന് PSC സാധാരണ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി 2025 വേദി ദുബായ്. 2023 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2023 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്ര. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ നേടിയത് സന്തോഷ് കുമാർ. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത് സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. 2024 പ്രസിദ്ധീകരിച്ച തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു നോവലിനാണ്
2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇ സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇതേ കൃതിക്ക് തന്നെ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡിനും അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയിയുടെ അച്ഛൻ എന്നത് തന്നെയാണ്. ഓക്കെ. ജന്മന ഹൃദ്രോഗമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദ്യം. ജന്മന ഹൃദ്രോഗമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദ്യം. 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി 2025 വേദി ദുബായ് ആണ്. 2023 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം മഹാരാഷ്ട്ര. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 49ാമത് വയലാർ രാമവർമ്മ പുരസ്കാരമാണ്. അതുപോലെ മലയാറ്റൂർ അവാർഡും ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയിയുടെ അച്ഛൻ എന്നത് തന്നെയാണ്. ജന്മനാ ഹൃദ്രോഗമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദ്യം പദ്ധതി. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാനിന് അർഹനായത് സി ഭാഗ്യനാഥാണ്. ഭാഗ്യനാഥ്. സി ഭാഗ്യനാഥാണ്. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാനിന് അർഹനായത് സി ഭാഗ്യനാഥാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരമാണ് പ്രശസ്ത രേഖാചിത്രകാരനായിട്ടുള്ള സി ഭാഗ്യനാഥിന് ലഭിച്ചത്. അടുത്തിടെ നിയമിതനായ യൂണിയൻ ബാങ്ക് MD ആശീഷ് പാണ്ഡെയാണ്. ആശീഷ് പാണ്ഡെയാണ് അടുത്തിടെ നിയമിതനായ യൂണിയൻ ബാങ്ക് MD. അടുത്തതും ഇതേപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ്. അടുത്തിടെ നിയമിതനായ സെൻട്രൽ ബാങ്കിന്റെ MD. സെൻട്രൽ ബാങ്കിന്റെ MD കല്യാൺ കുമാറാണ്. കല്യാൺ കുമാർ. അടുത്തിടെ നിയമിതനായ യൂണിയൻ ബാങ്ക് MD ആശീഷ് പാണ്ഡെ. അടുത്തിടെ നിയമിതനായ സെൻട്രൽ ബാങ്കിന്റെ MD കല്യാൺ കുമാർ. കല്യാൺ കുമാർ. CISF ജനറൽ CISF ഡയറക്ടർ ജനറലായി അടുത്തിടെ ചുമതലയേറ്റത് പ്രവീർ രഞ്ജനാണ്. പ്രവീർ രഞ്ജൻ. CISFന്റെ ഡയറക്ടർ ജനറലായി അടുത്തിടെ ചുമതലയേറ്റത് പ്രവീർ രഞ്ജനാണ്. പ്രവീർ രഞ്ജൻ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജ് ആണ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജാണ്. കുറച്ച് നിയമനങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു അവാർഡും. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാനിന് അർഹനായത് സി ഭാഗ്യനാഥാണ്. സി ഭാഗ്യനാഥാണ്. പ്രശസ്ത രേഖാചിത്രകാരനാണ് സി ഭാഗ്യനാഥ്. അടുത്തിടെ നിയമിതനായ യൂണിയൻ ബാങ്ക് MD ആശീഷ് പാണ്ഡെ. സെൻട്രൽ ബാങ്കിന്റെ MD കല്യാൺ കുമാർ. CISF ഡയറക്ടർ ജനറലായി അടുത്തിടെ ചുമതലയേറ്റത് പ്രവീർ രഞ്ജൻ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജ്. 2025 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത് 3 പേരാണ്. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സാക്കാഗുച്ചി. 2025 വൈദ്യശാസ്ത്ര നൊബേൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സാക്കാഗുച്ചി എന്നിവരാണ് വൈദ്യശാസ്ത്ര നൊബേൽ 2025 അർഹരായിട്ടുള്ളത്. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സാക്കാഗുച്ചി. എന്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസിന്റെ പഠനത്തിനായിട്ടാണ്.
പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അർഹരായവർ മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാക്കാഗുച്ചി. പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണനാണ്. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഭാരതപ്പുഴയിൽ. സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെയാണ് ഗോവൻ മോഡൽ ജലബന്ധാര തടയണ. നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിയാണിത്. ഗോവൻ മോഡൽ ജലബന്ധാര തടയണ പദ്ധതിക്ക് തുടക്കമാകുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഭാരതപ്പുഴയിലാണ് വരുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഓക്കെ. ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ബേപ്പൂർ, മഹാബലിപുരം എന്നിവ. ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ബേപ്പൂരും മഹാബലിപുരവും. ഓക്കെ. ബേപ്പൂരിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും അതുപോലെ സാഹിത്യ വിനോദസഞ്ചാര സർക്യൂട്ട്, പ്രകൃതിയെയും സമൂഹത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള സുസ്ഥിര വിനോദസഞ്ചാര വികസനം, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, ഇതെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ബേപ്പൂരും മഹാബലിപുരവും. അപ്പോൾ 2025 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായവർ 3 പേരാണ്. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാക്കാഗുച്ചി. എന്തിനായിരുന്നു ലഭിച്ചത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചിട്ടുള്ളത്. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിലാണ്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ. ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ബേപ്പൂരും മഹാബലിപുരവും. ബേപ്പൂരും മഹാബലിപുരവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്ത പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് പ്രത്യേകം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.